ക്രിസ്മസ് സീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാസമാണ് ആ ഒരു സീസൺ. എനിക്ക് കുറേ മെമ്മറീസ് ചെറുപ്പകാലം തൊട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവർക്കും തണുപ്പെന്ന് ഓടി രക്ഷപ്പെട്ട് ഏതെങ്കിലും സൂര്യനുള്ള നാട്ടിലേക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് ക്രിസ്മസ് എന്നും എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എസ്പെഷ്യലി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ക്രിസ്മസിൻ്റെ മറ്റേ ഇതിന് മുമ്പ് സീരീസ് 1 വ്ളോഗിൽ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ ലൈറ്റ്സ് കണ്ടിട്ടുണ്ടല്ലേ. മെയിൻ സിറ്റിയിൽ തന്നെയല്ല, ആക്ച്വലി നമ്മുടെ എല്ലാ റോഡ് സൈഡുകളിലും മൊത്തം ലൈറ്റ്സ് ഉണ്ടാവും. നല്ല തണുപ്പാണ്, പക്ഷെ എനിക്ക് തണുപ്പ് ജാക്കറ്റൊക്കെ ഇട്ടാൽ മതിയല്ലോ. പക്ഷേ ലൈറ്റ്സ് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറെയും പിന്നെ കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാര്യം ഞാൻ എല്ലാ വർഷവും ക്രിസ്മസ് സമയത്താണ് നാട്ടിലേക്ക് പോണത്. അപ്പം നാട്ടിൽ പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടിയിട്ട് എനിക്ക് എപ്പോഴും ക്രിസ്മസ് സമയത്തുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരു വെയിറ്റിംഗ് പീരീഡ്, നാട്ടിലെല്ലാവരും കൂടി ആഘോഷിക്കുന്ന ക്രിസ്മസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ക്രിസ്മസിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാവൽ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ക്രിസ്മസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പാവലും എൻ്റെ കൂടെ ജോയിൻ ചെയ്യും നാട്ടിൽ ക്രിസ്മസിന്. എനിക്ക് പാവലിൻ്റെ കൂടെ നാട്ടിൽ ജോയിൻ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് പവലിൻ്റെ കൂടെ ട്രാവൽ ചെയ്യണതും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും നമ്മളിവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാലേ എൻ്റെ ഫൺ തുടങ്ങുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ എനിക്ക് അതിൻ്റെ ഫണ്ണ് തുടങ്ങും. അപ്പോൾ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോഴത്തേക്കിനും പണ്ടൊക്കെ കുറേ സോപ്പ് ചീപ്പ് ഇതൊക്കെ കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഇപ്പം നാട്ടിലെല്ലാം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് നാട്ടിൽ കൊണ്ടുപോകാനായിട്ട് സാധനങ്ങളൊന്നും മേടിക്കില്ല. പിന്നെ എൻ്റെ വീട്ടിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്ര വില കൂടിയ സാധനം എന്നുള്ളതല്ല, അതെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗിഫ്റ്റ് മേടിക്കാനും കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നാട്ടിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പവലിൻ്റെ കൂടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നമ്മുടെ ഗ്ലാഡ്സൺ റൂമിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോർമലി ഞാൻ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ മെയിനായിട്ട് മേടിക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ക്ലോത്ത്സ് കാര്യങ്ങൾ. ആൾ ഇത് യൂസ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ആൾക്കത് കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കിനും ഷീ ഈസ് സൂപ്പർ ഹാപ്പി. അപ്പം ഞാൻ ഇന്ന് പോയി ഗ്ലാഡ്സൺ റൂമിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. മെയിൻലി ചോക്ലേറ്റ്സ് ആണ്. ബിക്കോസ് വീട്ടിൽ ഇപ്പം എൻ്റെ പോലെ തന്നെയാണ്, എല്ലാവർക്കും അങ്ങനെ മധുരം വലിയ താല്പര്യമില്ല. പക്ഷേ നമ്മുടെ നെയ്ബേഴ്സിനും അവിടെ വീട്ടിൽ വരുന്നവർക്കും പോകുമ്പോൾ, പിന്നെ കസിൻസിൻ്റെ എല്ലാ അപ്പയുടെ ബ്രദേഴ്സിൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും നമ്മൾ ചോക്ലേറ്റ്സ് നിർബന്ധമായിട്ട് കൊടുക്കും. അപ്പോൾ ചോക്ലേറ്റ്സ് മേടിച്ചു. പിന്നെ നാട്ടിൽ ചെന്നിട്ട് വലിയ ഷോപ്പിംഗ് വേറെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഞാനൊരു ക്രിസ്മസ് പപ്പയെ പോലെയാണ് നാട്ടിൽ. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാനും ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്നതിനേക്കാളും എനിക്ക് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പം നാട്ടിൽ ഇപ്പം പാവൽ എനിക്ക് ബർത്ത്ഡേക്ക് തരുന്നത് വേറെ കാര്യമാണ്. പക്ഷെ നാട്ടിലെപ്പോഴും കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ശീലം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിച്ചു. ഇവിടെ കിട്ടുന്നതും അവിടെ കിട്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചത്. ഇപ്പോൾ ഈ ലുലുവും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ നാട്ടിൽ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ചോക്ലേറ്റ്സിൻ്റെ ഒരു ലോഡ് ചോക്ലേറ്റ്സ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഇങ്ങനത്തെ ക്ലീനിങ് ക്ലോത്ത്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഈ ബാഗ് മുഴുവൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. ഇഫ് യു സീ, അതിനിപ്പം നാളെ പെട്ടി തുറന്ന് പെട്ടിയൊക്കെ ബേസ്മെൻറ്റിൽ നിന്ന് എടുത്തിട്ട് വരണം. എന്നിട്ട് അത് തുറന്ന് വയ്ക്കണം. അത് ഞാൻ നാട്ടിൽ പോണ കാര്യം പറഞ്ഞില്ല. ഞാൻ പോവുകയാണ് നാട്ടിലേക്ക്. സോ നെക്സ്റ്റ് വീക്ക് 11-ാം തീയതി രാത്രിയാണ് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഇനി എത്തും. അപ്പോൾ 11th നൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, 12th അവിടെ എത്തും. പവൽ അവിടെ ഒരു 1 വീക്ക് വർക്കിംഗ് ആണ്, മൺഡേ തൊട്ട്. പിന്നെ പവൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവും. ഇപ്രാവശ്യം എൻ്റെ പ്രോജക്റ്റിൻ്റെ ബ്രേക്ക് ആയതുകൊണ്ട് ഐ എം ഗോയിങ് ഫോർ 4 weeks, man. Like I'm coming back on 12th and there is also a surprise while I'm coming back. അതും നിങ്ങൾക്ക് വഴിയേ കാണാം.
അപ്പോൾ ഇന്ന് പോയിട്ട് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തീർക്കുകയാണ്. അപ്പോൾ പക്ഷെ എന്നാലും കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്കില്ല ഈ വരുന്ന ആഴ്ചയിലേക്ക്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ സുനിതയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ സുനിതയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയ കുറച്ച് സമ്മാനങ്ങളും മേടിച്ച് ഞങ്ങൾ സുനിതയും കണ്ടിട്ടാണ് തിരിച്ചു വന്നത്. അപ്പം ഞാനിതിൻ്റെ എല്ലാം മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടില്ല. ബിക്കോസ് ചില കടകളിലൊക്കെ നമ്മളിങ്ങനെ ഫോണും കൊണ്ട് നടക്കുമ്പോൾ അത് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല അവിടെ ഉള്ളവർക്ക്. ബിക്കോസ് ഭയങ്കര ക്രൗഡഡ് ആണ് ഗ്ലാഡ് സെൻട്രും ഷോപ്പിംഗ് മോളിൽ. ബിക്കോസ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രൈവസിയൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് അതൊക്കെ ശ്രദ്ധിച്ചിട്ടേ മൊത്തത്തിൽ വീഡിയോ എടുക്കുള്ളൂ. അപ്പം ഇപ്പം DM എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോപ്പുണ്ട് ജർമ്മനിയിൽ. അപ്പോൾ ആ ഷോപ്പ് പോലത്തെ തന്നെ റോസ്മെൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പും ഉണ്ട് ജർമ്മനിയിൽ. റോസ്മെൻ്റെ ബ്രാഞ്ച് ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ ഗ്ലാഡ് സെൻട്രമിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് DM പോയില്ല. ഇപ്രാവശ്യം DM പോവാതെ ഈ ഗ്ലാഡ് സെൻട്രമിൽ റോസ്മെനിൽ പോയിട്ടാണ് സാധനം മേടിച്ചത്. ഏകദേശം സെയിം വില തന്നെ. ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ജർമ്മനി വരെ പോകേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ ഗ്ലാഡ് സെൻട്രമിൽ തന്നെ പോയിട്ടാണ് ആ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ ആ പ്രൈവസിയുടെയൊക്കെ കാരണം കൊണ്ട് തന്നെ ഞാൻ എല്ലാം ദൂരേന്നേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഐ തോട്ട് ഓഫ് ജസ്റ്റ് ഗിവിങ് എ സ്റ്റോറി അബൌട്ട് ഇറ്റ് ആൻഡ് ടു കണ്ടിന്യൂ വിത്ത് ദ വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ചോക്ലേറ്റ്, യെസ് ഐ ഹാവ് ബോട്ട് ദിസ് ഫെററോ റോഷെ. ദാശയുടെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ആശിഷ് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഇന്ന് ഫുള്ള് ഇവിടെ വീട് ക്ലീനിങ് ആയിരുന്നു. ബിക്കോസ് അടുത്ത ആഴ്ച പോകുമ്പോഴത്തേക്കിനും ഞാൻ എല്ലാ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ക്ലീൻ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം ശരിക്കും ക്ലീൻ ചെയ്യണം. ബിക്കോസ് ഞാൻ ബ്ലാക്ക് ഫ്രൈഡേക്ക് കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ. അപ്പോൾ അതൊക്കെ വന്ന് അതിൻ്റെ ബോക്സസും അതിൻ്റെ ഓപ്പൺ ചെയ്തതും എല്ലാം അവിടെ ഇരിക്കുകയാണ്. സോ അതെല്ലാം ടുഗെദർ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ കാണിക്കാം എന്തൊക്കെ ഞാൻ മേടിച്ചു എന്നുള്ളത്. പക്ഷേ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അങ്ങനെ ഞങ്ങൾ വീട് ക്ലീനിങ്ങിൻ്റെ ഒരു പാർട്ട് തീർത്തതിന് ശേഷം ഞങ്ങൾ ഗ്ലാഡ് സെൻട്രമിലേക്ക് ഇറങ്ങി. ഒരു 3 o'clock ഒക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. അതും എടുത്തു. ആൻഡ് നമ്മൾക്ക് നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് Where are we going? We're going to the farm. നിങ്ങൾ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള വഴികളാണ്. ബിക്കോസ് ഗ്ലാഡ് സെൻട്രം ഇസ് എ ഷോപ്പിംഗ് മോൾ. അതിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഓരോ സീസണിലും ഞാനിത് എടുക്കുമ്പോൾ നല്ല ഇലകളുള്ളതും പിന്നെ ഇലകൾ കൊഴിയുന്നതും പിന്നെ ഇല മൊത്തം പോയിട്ടുള്ളതുമായിട്ടുള്ള റോഡുകൾ ട്രാൻസിഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്ലാഡ് സെൻട്രമിലെത്തി. പാർക്കിംഗ് ഫുള്ളായിരുന്നു. ബിക്കോസ് ബ്ലാക്ക് ഫ്രൈഡേയും സീസൺ സെയിലും ആൾക്കാർ ഗിഫ്റ്റ് മേടിക്കുന്നതൊക്കെ ആയിട്ട് ഫുൾ പാർക്കിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ പാർക്ക് ചെയ്യാത്തൊരു ഏരിയയിലാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. ആൻഡ് ഗ്ലാഡ് സെൻട്രം വാസ് ഡെക്കറേറ്റഡ് ലൈക്ക് എ ക്രിസ്മസ് ലേഡി. ഇറ്റ്സ് ലൈക്ക് ബ്ലൂ ബോയ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിസ്മസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിസ് വാസ് ലൈക്ക് എ വെറൈറ്റി. ആ ബ്ലൂ ബോളും ഫുൾ മോൾ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്, അതും നല്ല ക്വാളിറ്റി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നത്. ഇറ്റ് വാസ് ലൈക്ക് എ സെലിബ്രേഷൻ. വാസ് റിയലി ഗുഡ്. ആ ഒരു സെൻറ്റർ അപ്പുറത്തെ ഭാഗത്താണ്. ഇപ്പുറത്തെ ഭാഗത്ത് ഇത് എൻട്രി ഭാഗമാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വന്നതുകൊണ്ടാണ് അപ്പുറത്തെ ഭാഗമായിരുന്നത്. ഇവിടെ ഒരു ഹ്യൂജ് കാർണിവലോ എന്തോ ഒരു ചോക്ലേറ്റിൻ്റെ സ്പ്രിംഗ്ലിയാണെന്ന് തോന്നുന്നു. ആ ചോക്ലേറ്റിൻ്റെ കവറിൻ്റെ മുകളിലുള്ള ഒരു ഹ്യൂജ് ക്രിസ്മസ് ട്രീ. ഐ തിങ്ക് ദിസ് വാസ് ബെറ്റർ ദാൻ സിറ്റിയിൽ ഇട്ടിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഫുൾ ബോസാണ്, ബ്ലൂ ബോസാണ് എല്ലായിടത്തും ഉള്ളത്. എന്നിട്ട് അതിങ്ങനെ ചെറുതായിട്ട് തിരിയുന്നുണ്ടായിരുന്നു. നമുക്കത് മനസ്സിലാവത്തില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രിസ്മസിനെ വെൽക്കം ചെയ്യുന്നത്.
ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നു. രാവിലെ തൊട്ട് ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കൈമുഗ് തായ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട്, അതിൻ്റെ സെൻറ്ററത്തിൻ്റെ ഉള്ളിലുള്ളതാണ്, അവിടെ കയറിയിട്ട് ഞാനൊരു ഗ്രീൻ തായ് കറി വിത്ത് ബീഫും പാവൽ പത്തായും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റോസ്മെനിൽ പോയി. ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ സെഫോറയിലും പോയി. ഞാൻ പറഞ്ഞ പോലെ പ്രൈവസീനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ അത്ര വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ എന്നെ വീഡിയോയിലൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് വീഡിയോയും എടുത്തു. ഹാപ്പി ബർത്ത്ഡേ. സുനിത എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ്. പക്ഷേ ഇപ്പം മൃദുലയായിട്ടുള്ളൊരു കണക്ഷൻ പോലെ തന്നെ എനിക്ക് സുനിതയായിട്ടും ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ്. മിത്ര എൻ്റെ മോളെ പോലെ തന്നെയാണ്. അപ്പോൾ അവൾ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വെച്ച് സുനിതയായിട്ട് നല്ലൊരു റിലേഷനായി. ചേട്ടനും ചേച്ചിയും ഒക്കെ ഭയങ്കര സ്വീറ്റാണ്. അപ്പോൾ സുനിതയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് ചടങ്ങ് കളയാതെ ഞാൻ പോയിട്ട് കുറച്ചൊരു ചെറിയ സമ്മാനവും കുറച്ച് ചെറിയ വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ചില്ല് ചെയ്ത് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.